അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് എനർജി ആൻഡ് പവർ സിഗ്നൽ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നലാണ്. എന്താണ് എനർജി സിഗ്നൽ, എന്താണ് പവർ സിഗ്നൽ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ഓക്കെ, എ സിഗ്നൽ ഈസ് സെറ്റ് ടു ബി എനർജി സിഗ്നൽ വിത്ത് which satisfies the condition 0 less than E less than infinity and P equal to 0, where E is the energy and P is the power. അതായത് ഒരു സിഗ്നൽ എനർജി സിഗ്നൽ ആവാനുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എനർജി ഫൈനൈറ്റ് ആയിരിക്കണം, ദാറ്റ് ഈസ് 0 less than E less than infinity and power should be equal to 0. ഓക്കെ, അതുപോലെ തന്നെ a signal is said to be a power signal which satisfies the condition 0 less than P less than infinity and E equal to infinity. അതായത് പവർ ഫൈനൈറ്റും എനർജി ഇൻഫിനിറ്റി ആണെങ്കിൽ ദാറ്റ് സിഗ്നൽ ഈസ് സെറ്റ് ടു ബി പവർ സിഗ്നൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എനർജി ഇൻഫിനിറ്റി ആണോ, പവർ 0 ആണോ, പവർ ഇൻഫിനിറ്റി ആണോ, പവർ ഫൈനൈറ്റ് ആണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം? എനർജിയുടെയും പവറിൻ്റെ ഇക്വേഷൻ അറിയണം അല്ലേ? അപ്പോൾ ആ എനർജിയുടെ ഇക്വേഷനാണ് എനർജിയുടെ ഇക്വേഷൻ ഫോർ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ E equal to limit t tends to infinity integral minus t to t magnitude of x of t or modulus of x of t square dt. This is the expression for energy for continuous time signal. Okay, and similarly for discrete time signal E equal to summation sigma n equal to minus infinity to infinity magnitude of x of n square. That is for discrete time signal. Okay, അതുപോലെ പവറിൻ്റെ ഇക്വേഷൻ പി ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t ഇൻ്റഗ്രൽ മൈനസ് ടി ടു ടി മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് ടി സ്ക്വയർ ഡി ടി ഫോർ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആൻഡ് പി ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1/2n + 1 സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് എൻ ടു എൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് എൻ സ്ക്വയർ ഫോർ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്. അപ്പോൾ എനർജിയുടെ ഇക്വേഷനും പവറിൻ്റെ ഇക്വേഷനും ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ സെയിം ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒരു 1/2t വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 2t ചെയ്യണം. പവറിൻ്റെ അതുപോലെ ഡിസ്ക്രീറ്റിൻ്റെ കേസ് ആണെങ്കിൽ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ സമ്മേഷൻ്റെ ലിമിറ്റ് ചേഞ്ചസ് ടു ക്യാപിറ്റൽ മൈനസ് എൻ ടു ക്യാപിറ്റൽ പ്ലസ് എൻ. ഓക്കെ, എന്നാലും രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ചെക്ക് വെദർ ദ ഫോളോയിങ് സിഗ്നൽ ഈസ് എനർജി ഓർ പവർ സിഗ്നൽ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് ഓഫ് ടി ഈക്വൽ ടു 1 + e⁻⁵t ഇൻറ്റു യു ഓഫ് ടി. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ എനർജിയുടെ ഇക്വേഷൻ എഴുതണം. എനർജി ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് ടി ടു ടി മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് ടി സ്ക്വയർ. ഓക്കെ, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എക്സ് ഓഫ് ടി, ദാറ്റ് ഈസ് 1 + e⁻⁵t ഇൻറ്റു യു ഓഫ് ടി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് സ്ക്വയർ ഡി ടി. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്തൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം യു ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നൽ എങ്ങനെ വരുന്നത്. യു ഓഫ് ടി എന്ന് പറയുന്നത് എലമെൻ്ററി സിഗ്നലാണ്. അത് എങ്ങനെ വരുന്നത്? യു ഓഫ് ടി ഈക്വൽ ടു 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് യു ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. അതായത് ഇതുപോലെ വരും. അതായത് ഫ്രം 0 to infinity its value equal to 1 and from minus infinity to 0 its value equal to 0. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സിഗ്നലിൻ്റെ കൂടെ യു ഓഫ് ടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത്, മൾട്ടിപ്ലിക്കേഷനല്ലേ, യു ഓഫ് ടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സിഗ്നലിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ആ സിഗ്നലിൻ്റെ വാല്യൂ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്തായിരിക്കും? 0 ഇൻറ്റു 1 + e⁻⁵t അല്ലേ വരിക. അതായത് യു ഓഫ് ടിയുടെ വാല്യൂ എന്തായിരിക്കും? ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു 0 യു ഓഫ് ടി ഈക്വൽ ടു 0. അപ്പോൾ 0 ഇൻറ്റു സംതിങ് എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് മൈനസ് ഇൻഫിനിറ്റി ടു 0 ദിസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു 0 അല്ലേ? അങ്ങനെയല്ല വരുന്നത്. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് 1 + e⁻⁵t ഇൻറ്റു യു ഓഫ് ടി ആണ്. സിൻസ് യു ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ മൈനസ് ഇൻഫിനിറ്റി ടു 0 എക്സ് ഓഫ് ടി ഈക്വൽ ടു 0. അതായത് നെഗറ്റീവ് സൈഡിൽ ഈ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താ? 0 ആയിരിക്കും. ഇനി പോസിറ്റീവ് സൈഡിൽ എന്ത് വരും? യു ഓഫ് ടിയുടെ വാല്യൂ എന്താ? 1 ഇൻറ്റു ദിസ് സിഗ്നൽ, ദിസ് എക്സ്പ്രഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ദിസ് എക്സ്പ്രഷൻ 1 + e⁻⁵t. അപ്പം നമുക്ക് ടോട്ടൽ ഇൻ്റഗ്രേഷനെ നമുക്ക് എങ്ങനെയായിട്ട് എഴുതാം? ഇൻ്റഗ്രൽ നമ്മളെപ്പോഴും നെഗറ്റീവ് ടു പോസിറ്റീവ് ഉള്ള ഒരു ഇൻ്റഗ്രേഷനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? ഇൻ്റഗ്രൽ മൈനസ് t2 plus t can be
written as integral minus t to 0 plus integral 0 to t. ഇങ്ങനെ എഴുതാമല്ലോ നമുക്ക്. അതായത് ടോട്ടൽ ഇൻ്റഗ്രേഷനെ നെഗറ്റീവ് പാർട്ടായിട്ടും പോസിറ്റീവ് പാർട്ടായിട്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലേ. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഇങ്ങനെ എഴുതുന്ന സമയത്ത് മൈനസ് ടി ടു 0 എന്തായിരിക്കും, എക്സ് ഓഫ് ടി ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ഇൻ്റഗ്രേഷൻ ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഫ്രം 0 ടു ടി. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ ലിമിറ്റ് ചേഞ്ചസ് ടു 0 ടു ടി 1 പ്ലസ് ഇ റേസ് ടു മൈനസ് 5t ഇൻറ്റു യു ഓഫ് ടിയുടെ വാല്യൂ എന്തായിരിക്കും, 0 ടു ടി. അതായത് 0 ടു അപ് ടു ഇൻഫിനിറ്റി വരെ യു ഓഫ് ടി ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് 0 ടു ടി വരെ എടുക്കുന്നത്. അപ്പോൾ 0 ടു ടി u of t equal to 1. Therefore 1 plus e raised to minus 5t into 1 modulus of square dt. ലിമിറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്തതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ടോട്ടൽ ഇൻ്റഗ്രേഷന് നെഗറ്റീവ് ടി ടു പ്ലസ് ടീനെ ഇറ്റ് ക്യാൻ ബി സ്പ്ലിറ്റഡ് ആസ് മൈനസ് ടി ടു 0 പ്ലസ് 0 ടു ടി. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് നമുക്ക് ഈ സിഗ്നലിൻ്റെ കേസിൽ നെഗറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് 0 ആണ്. ദെർഫോർ വി ക്യാൻ അവോയ്ഡ് ദിസ് സെക്ഷൻ. ഓക്കെ, ഇനി നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി, ഏതൊരു എക്സ്പ്രഷൻ്റെ കൂടെ യു ഓഫ് ടി ഉണ്ടെങ്കിലും അതിൻ്റെ ലിമിറ്റ് ചേഞ്ചസ് ടു 0 ടു അപ്പർ ലിമിറ്റ്. ഓക്കെ, അത് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. if any signal contains the expression of u of t, then limit of that signal changes to integration limit of that signal changes from 0 to upper limit. Okay, അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ എഴുതാം, 0 to t 1 plus e raised to minus 5t whole square അല്ലേ, that is a plus b whole square, a square plus 2ab plus b square. അതിനുശേഷം നമുക്ക് എങ്ങനെ എഴുതാം, സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ ഓഫ് 1 എന്ത് വരും, ടി. ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു മൈനസ് 5t എന്ത് വരും, ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു at ഈസ് ഇ റേസ് ടു at ഡിവൈഡഡ് ബൈ a. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ അത് വെച്ചിട്ട് എഴുതാം. ഓക്കെ, ദെൻ അടുത്ത് എന്ത് ചെയ്തു, ലിമിറ്റ് അപ്ലൈ ചെയ്തു 0 ടു ടി. ലിമിറ്റ് അപ്ലൈ ചെയ്തു, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും. ഓക്കെ, ദെൻ എന്ത് ചെയ്തു, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദെൻ അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി. അതിന് ശേഷം എന്ത് ചെയ്തു, സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറയുന്നത് കമ്പൈൻ ചെയ്യാനുള്ളതെല്ലാം കമ്പൈൻ ചെയ്തു, ബാക്കിയുള്ള ടേംസ് ആക്കിയിട്ട് എഴുതിയത്. ഇവിടെ കോൺസ്റ്റൻറ്റും രണ്ട് കോൺസ്റ്റൻറ്റ്സ് ഉണ്ട്, അതിനൊക്കെ കമ്പൈൻ ചെയ്ത് എഴുതി. അതിനുശേഷം എന്ത് ചെയ്തു, ഈ ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഏറ്റവും ലാസ്റ്റാണ് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്തു, അതായത് ക്യാപിറ്റൽ ടിക്ക് ഇൻഫിനിറ്റി കൊടുത്തു. അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റി വന്നു, ഇവിടെ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്താ, 0. ഇ റേസ് ടു പ്ലസ് ഇൻഫിനിറ്റി എന്താ, ഇൻഫിനിറ്റി. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതുപോലെ അഗെയിൻ ഇവിടെ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0, ദെൻ 1/2. ദെൻ ഇൻഫിനിറ്റി പ്ലസ് 1/2 എന്ത് വരും, ഇൻഫിനിറ്റി. ദെർഫോർ എനർജി ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്, പവർ കണ്ടുപിടിക്കണം. പവർ ഇതുപോലെ തന്നെയാണ് ചെയ്യുക, പക്ഷേ ഇവിടെ ഒരു ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t എന്ന് പറഞ്ഞ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്, ഒരു ടേമും കൂടി ഉണ്ട്. ഓക്കെ, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം എന്താണ്, നമ്മൾ ലിമിറ്റിൻ്റെ റേഞ്ച് ചേഞ്ച് ചെയ്തു, ലിമിറ്റ് ചേഞ്ച് ചെയ്തു. യു ഓഫ് ടി ഉള്ളത് കാരണം ലിമിറ്റ് ചേഞ്ചസ് ടു 0 ടു അപ്പർ ലിമിറ്റ്. ഓക്കെ, ദെൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ആഫ്റ്റർ ദാറ്റ് ഇൻ്റഗ്രേഷൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എഴുതി. ദെൻ സിംപ്ലിഫൈ ചെയ്യാനുള്ളതെല്ലാം സിംപ്ലിഫൈ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/2 മൈനസ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്തു. അതായത് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു എന്ത് വരും, 0. ഇവിടെ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 വരും. ഇവിടെ എന്താ, 1/∞ വരും. 4 ഇൻറ്റു ഇൻഫിനിറ്റി, 1/∞ എന്താ, 0. ഓക്കെ, അപ്പോൾ ബാക്കി വരുന്ന ടേം ഏതാ, 1/2 മാത്രം. അപ്പോൾ പവർ ഈക്വൽ ടു 1/2, 1/∞ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ സിൻസ് ദ എനർജി ഈക്വൽ ടു ഇൻഫിനിറ്റി ആൻഡ് പവർ ഈസ് ഫൈനൈറ്റ്, then the given signal is power signal. ഓക്കെ,
അടുത്തത് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ചെക്ക് വെദർ ദ സിഗ്നൽ ഈസ് എനർജി സിഗ്നൽ ഓർ പവർ സിഗ്നൽ. എക്സ് ഓഫ് ടി ഈക്വൽ ടു യു ഓഫ് ടി മൈനസ് യു ഓഫ് ടി മൈനസ് 1. നേരത്തെ നമ്മൾ എക്സ്പ്രഷൻ വെച്ചിട്ടുള്ള സിഗ്നലായിരുന്നു, ഒരു ഫംഗ്ഷനായിരുന്നു. ഇവിടെ നോക്കുക, യു ഓഫ് ടി മൈനസ് യു ഓഫ് ടി മൈനസ് 1 ആണ്. അപ്പോൾ നമ്മൾ ഈക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതെന്തായാലും ഒരു ഫൈനൈറ്റ് സീക്വൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഈ സിഗ്നൽ പ്ലോട്ട് ചെയ്യുക. പ്ലോട്ട് ചെയ്തതിന് ശേഷം ലിമിറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, അത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ഇതെങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയാം. യു ഓഫ് ടി ആദ്യം പ്ലോട്ട് ചെയ്യുക. യു ഓഫ് ടി മൈനസ് 1 എന്ന് പറയുന്നത് റൈറ്റ് ഷിഫ്റ്റ് ആണ്, 1 യൂണിറ്റ്. ദെൻ യു ഓഫ് ടി മൈനസ് യു ഓഫ് ടി മൈനസ് 1 സബ്ട്രാക്ഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സിഗ്നൽ കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ മറ്റേ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനേക്കാളും എളുപ്പമായിരിക്കും ഇത് കണ്ടുപിടിച്ചതിന് ശേഷം സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്. അടുത്തത് എനർജിയുടെ ഇക്വേഷൻ എഴുതുക. എനർജിയുടെ ഇക്വേഷൻ എന്താ? ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി integral minus t to t magnitude of x of t square dt. ഓക്കെ, ദെൻ ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ നമ്മൾ നേരത്തെ സിഗ്നൽ ഏത് റേഞ്ചിലേ ഉള്ളൂ? 0 to 1 വരെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. 0 to 1 വരെ ഇറ്റ്സ് വാല്യൂ ഈക്വൽ ടു 1. ആഫ്റ്റർ ദാറ്റ് 1 to ഇൻഫിനിറ്റി അല്ലെങ്കിൽ 1 to t ഇറ്റ്സ് വാല്യൂ ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷനെ എങ്ങനെ എഴുതാം? 0 to 1 into dt പ്ലസ് 1. ബാക്കിയുള്ള ടേംസ് എല്ലാം 0 ആണ്, അപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എനർജി ഈക്വൽ ടു 1 കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട, മൈനസ് ടി ടു ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈനസ് ടി ടു 0യും 0 to t ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ കിട്ടിയിരിക്കുന്ന ഫിഗറിൽ നെഗറ്റീവ് സൈഡൊന്നുമല്ല, 0 to 1 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ മാത്രം ആ സിഗ്നൽ ഇങ്ങനെ വരുന്നത്. 0 to 1 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ മാത്രം അതിൻ്റെ വാല്യൂ 0 to 1 ഇറ്റ്സ് വാല്യൂ ഈക്വൽ ടു 1. ബാക്കി എല്ലാ സൈഡിലും അതിൻ്റെ വാല്യൂ എന്താണ്? 0 ആയിട്ടാണ് വരുന്നത്. അടുത്തത് പവർ കണ്ടുപിടിക്കാനാണ്. പവർ പി ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t ഇൻ്റഗ്രൽ മൈനസ് ടി ടു ടി മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് ടി സ്ക്വയർ ഡി ടി. ഓക്കെ, എഗെയിൻ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് 0 to 1 മതി. 1 into dt ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ദെൻ ഏറ്റവും ലാസ്റ്റിൽ വേണം ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ. ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/∞ എന്ത് വരും? 1/∞ ഈക്വൽ ടു 0. ദെർഫോർ പവർ ഈക്വൽ ടു 0 ആൻഡ് എനർജി ഈക്വൽ ടു 1. എനർജി ഈക്വൽ ടു 1 മീൻസ് എനർജി ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി അല്ലേ? എനർജി ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ്. ദെർഫോർ ദ ഗിവൺ സിഗ്നൽ ഈസ് എന്താണ്? എനർജി സിഗ്നൽ. ദ സിഗ്നൽ ഈസ് എനർജി സിഗ്നൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ഓഫ് ടി ഈക്വൽ ടു ആർ ഓഫ് ടി മൈനസ് ആർ ഓഫ് ടി മൈനസ് 2. അപ്പം ഇങ്ങനെ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന സിഗ്നൽസ് എല്ലാം ആദ്യം പ്ലോട്ട് ചെയ്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ആർ ഓഫ് ടി വരയ്ക്കാം. ആർ ഓഫ് ടി മൈനസ് 2 പ്ലോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. 2 ഷിഫ്റ്റിംഗ് 2 യൂണിറ്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ദെൻ ആർ ഓഫ് ടി മൈനസ് ആർ ഓഫ് ടി മൈനസ് 2 പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് 0 to 2. This is r of t. This is r of t minus 2. ഇതാണ്. ഇനി ഇതൊന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കി അറിയാം. 0ലെ വാല്യൂ 0 മൈനസ് 0 0. ദെൻ 1ൽ നോക്കുക, അല്ലെങ്കിൽ 0 to 1 ഇൻ്റർവെല്ലിൽ നോക്കുക, എങ്ങനെ വേണമെങ്കിലും നോക്കുക. 1ലെ വാല്യൂ ഇവിടുത്തെ വാല്യൂ 1 ആണ്, ഇവിടുത്തെ വാല്യൂ 0 ആണ്. അപ്പോൾ 1 മൈനസ് 0 എന്ത് വരും? 1 വരും. ഓക്കെ, അടുത്തത് 2ലെ ഇവിടുത്തെ വാല്യൂ 2 ആണ്, ഇവിടുത്തെ വാല്യൂ 0 ആണ്. 2 മൈനസ് 0 2ലെ വാല്യൂ എന്ത് വരും? 0. അതായത് ഈ ഇൻ്റർവെൽ 0 to 2 വരെ ഇതേ സിഗ്നൽ നമുക്ക് കിട്ടും. ഓക്കെ, ഈ സിഗ്നൽ മൈനസ് 0 ആയതുകൊണ്ട് ഇതേ സിഗ്നൽ ഉണ്ട്. ഇനി അത് കഴിഞ്ഞ് 2 കഴിഞ്ഞാൽ 3ലെ നോക്കിയാൽ 3ൽ നോക്കുക. 3ലെ വാല്യൂ എന്താ? ഇവിടുത്തെ 3ലെ വാല്യൂ 3 ആണ്, ഇവിടുത്തെ 3ലെ വാല്യൂ എന്താ? 1 ആണ്. അപ്പോൾ 3 മൈനസ് 1 എന്ന് പറയുന്നത് 2. 3ലെ വാല്യൂ 2. അടുത്തത് 4ൽ നോക്കുമ്പോൾ ഇവിടുത്തെ 4ലെ വാല്യൂ 4 ആയിരിക്കും, ഇവിടുത്തെ 4ലെ വാല്യൂ 2 ആണ്. 4 മൈനസ് 2 എഗെയിൻ 2. ഇതങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ അപ് ടു ഇൻഫിനിറ്റി വരെ പോയിക്കൊണ്ടിരിക്കും. ദെൻ എനർജി കണ്ടുപിടിക്കണം. എനർജി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇക്വേഷൻ എഴുതിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? എഗെയിൻ ഈ സിഗ്നലിൻ്റെ പ്രത്യേകത എന്താ?
നെഗറ്റീവ് സൈഡ് ഇല്ല, അപ്പം നമുക്ക് -t to 0 ഈ സെക്ഷൻ നമുക്ക് ഒഴിവാക്കാം. പോസിറ്റീവ് സൈഡ് മാത്രമുള്ള ഒരു സിഗ്നലാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് എങ്ങനെ വരും? 0 to t മാഗ്നിറ്റ്യൂഡ് ഓഫ് x of t square dt. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഈ സിഗ്നൽ നോക്കി അറിയാൻ പറ്റും. ഇതിനകത്ത് 2 ടൈപ്പ് സിഗ്നൽ വരുന്നുണ്ട്. 0 to 2 ഒരു സിഗ്നലും 2 to ഇൻഫിനിറ്റി വേറൊരു ടൈപ്പ് സിഗ്നലും. നമ്മൾ ഇൻ്റഗ്രേഷൻ അഗെയിൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രേഷൻ 0 to 2 ഏതാ സിഗ്നൽ വരുന്നത്? ഇത് നമ്മളെ റാമ്പ് സിഗ്നലാണ് അല്ലേ. റാമ്പ് സിഗ്നൽ എന്ന് പറയുന്നത് എന്താ? x of t equal to t അല്ലേ, 0 to t. അപ്പോൾ t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, t സ്ക്വയർ വരും. x of t സ്ക്വയർ ദാറ്റ് ഈസ് t സ്ക്വയർ dt. ആൻഡ് 2 to ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. അതിന് നമുക്ക് വേണ്ടത് അപ്പർ ലിമിറ്റ് t ആണ്. അപ്പോൾ 2 to t ഇവിടുത്തെ വാല്യൂ എന്താ? ഇത് കോൺസ്റ്റൻ്റ് ആയി പോയിക്കൊണ്ടിരിക്കുക. കോൺസ്റ്റൻ്റെ വാല്യൂ എത്ര? 2 ആണ് വരുന്നത്. അപ്പോൾ 2 മാഗ്നിറ്റ്യൂഡ് ഓഫ് x of t സ്ക്വയർ അതായത് 2 to t x of t equal to 2 വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻസ് നേരത്തെ എഴുതി വെക്കാം, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. അപ്പോൾ 2 സ്ക്വയർ dt ദാറ്റ് ഈസ് ഈക്വൽ ടു 4 dt. ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം സിംപ്ലിഫൈ ചെയ്യാനുള്ളതെല്ലാം സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, ദെൻ ഏറ്റവും ലാസ്റ്റിൽ എന്ത് ചെയ്യണം? ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ 4 into ഇൻഫിനിറ്റി വരും. ഇൻഫിനിറ്റി പ്ലസ് ദിസ് ടേം ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ദെൻ ഇത്രയാണ് എനർജി ഈക്വൽ ടു ഇൻഫിനിറ്റി കിട്ടി. അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് പവർ കണ്ടുപിടിക്കണം. പവറിൻ്റെ ഇക്വേഷൻ ഇതേ സ്റ്റെപ്സ് തന്നെയാണ്. പവറിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻ്റഗ്രേഷൻ അഗെയിൻ 0 to t ആവും. നേരത്തെ പോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടെ അഡീഷണലി ഒരു 1/2t ടേം ഉണ്ടെന്നേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളില്ല. ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, ദെൻ എന്ത് ചെയ്യണം? ഇവിടെ ഒരു വ്യത്യാസം എന്താ? 1/2t വെച്ച് ഈ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് ശേഷം മാത്രമേ ഈ ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കാവൂ. അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ കൊടുക്കുകയാണെങ്കിൽ 1/∞ വരും. 0 into ദിസ് ടേം മൊത്തത്തിൽ 0 കിട്ടും. അപ്പം അങ്ങനെ ചെയ്യരുത്. ആദ്യം 1/2t വെച്ച് എല്ലാ ടേമിനും മൾട്ടിപ്ലൈ ചെയ്യണം. അതിൽ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്തതിന് ശേഷം ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പോൾ t ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1/∞ വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ 1/∞ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ ഒരു 2 എന്ന് പറഞ്ഞ ടേം മാത്രമേ വരും. therefore പവർ ഈക്വൽ ടു 2 വിച്ച് ഈസ് ഫൈനൈറ്റ്. ദാറ്റ് ഈസ് എനർജി ഈക്വൽ ടു ഇൻഫിനിറ്റി ആൻഡ് പവർ ഈക്വൽ ടു 2. ദ ഗിവൺ സിഗ്നൽ ഈസ് പവർ സിഗ്നൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ എനർജി സിഗ്നലിൻ്റെ പവർ സിഗ്നൽസിൻ്റെ എക്സാമ്പിൾസ് നോക്കി. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. x of t equal to e raised to 2t into u of minus t. ഇവിടെ നമ്മൾ u of t വെച്ചിട്ടല്ല മൾട്ടിപ്ലൈ ചെയ്യുന്നത്, u of minus t വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ u of minus tയുടെ പ്രത്യേകത എന്താ? u of അതേ എനർജിയുടെ ഇക്വേഷനൊക്കെ എഴുതുക. എനർജിയുടെ ഇക്വേഷൻ എഴുതിയതിന് ശേഷം ഇനി നമുക്ക് നോക്കണം u of minus t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടൈം റിവേഴ്സൽ ഓഫ് u of t ആണ് അല്ലേ. അപ്പോൾ അതായത് ആ സിഗ്നൽ എവിടുന്ന? -∞ to 0 u of minus t equal to 1 ആൻഡ് ഫ്രം 0 to പോസിറ്റീവ് സൈഡിൽ എന്തായിരിക്കും? u of minus t equal to 0 ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ എങ്ങനെ വരുന്നത്? -t to ക്യാപിറ്റൽ T ആണ്, പ്ലസ് t ആണ്. അതിനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാറ്? -t to 0 പ്ലസ് 0 to t അല്ലേ. ഇങ്ങനെയല്ലേ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ നമ്മൾ u of -t വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്താണ് സിഗ്നൽ കിട്ടുക? റൈറ്റ് സൈഡിൽ, അതായത് പോസിറ്റീവ് ടിയിൽ 0 into ഈ ടേമാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതാ 0 into e raised to 2t വരും. നെഗറ്റീവ് സൈഡിൽ എന്താ? e raised to 2t into 1 വരും. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ എവിടെ തൊട്ടിട്ട് എവിടെ വരെ ഉണ്ടാവുള്ളൂ? ഇൻ്റഗ്രേഷൻ ഫ്രം -t to 0. ഓക്കെ, limit t tends to infinity -t to 0 e raised to -4t dt. e raised to -2t whole square വരും. that is equal to e raised to -4t dt. then integrate ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എനർജി ഈക്വൽ ടു 1/4 കിട്ടും. ദെൻ ഇതേപോലെ തന്നെ പവർ കണ്ടുപിടിക്കുക. പവർ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം u of -tയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം u of -tയുടെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടുത്തെ ലിമിറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ദെൻ സിംപ്ലിഫൈ ചെയ്യാനുള്ളതെല്ലാം സിംപ്ലിഫൈ ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ 1/∞ equal to 0 വരും. ദാറ്റ് ഈസ് എനർജി ഈസ് ഫൈനൈറ്റ് ആൻഡ് പവർ ഈസ് 0.
Hence the signal is energy signal. Okay. Discrete time signals, energy or power signals കണ്ടുപിടിക്കാനുള്ളത് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ഓഫ് എൻ ഈക്വൽ ടു 2e⁻j 3πn. ഓക്കെ, അപ്പോൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആകുമ്പോൾ അതിൻ്റെ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിഗ്മ എൻ ഈക്വൽ ടു -∞ to ∞ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് എൻ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഹിയർ എക്സ് ഓഫ് എൻ ഈസ് 2e⁻j 3πn. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് 2e⁻j 3πn ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് 2 കോൺസ്റ്റൻ്റ് ആണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 സ്ക്വയർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് e⁻j 3πn സ്ക്വയർ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് e⁻j തീറ്റ. ജനറൽ ഫോം മാഗ്നിറ്റ്യൂഡ് ഓഫ് e⁻j തീറ്റ ഈക്വൽ ടു 1. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ e⁻j തീറ്റേനെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് തീറ്റ പ്ലസ് j സൈൻ തീറ്റ എന്ന് എഴുതാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് e⁻j തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതായത് ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ a പ്ലസ് ib സ്ക്വയർ റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ, ദാറ്റ് ഈസ് a സ്ക്വയർ പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? മാഗ്നിറ്റ്യൂഡ് ഓഫ് e⁻j തീറ്റ ഈക്വൽ ടു 1 കിട്ടും. അപ്പോൾ ഈ തീറ്റയുടെ സ്ഥാനത്ത് എന്താണെങ്കിലും നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് e⁻j തീറ്റയുടെ സ്ഥാനത്ത് എന്ത് വാല്യൂ ആണെങ്കിലും മാഗ്നിറ്റ്യൂഡ് വിൽ ബി 1. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആ റിസൾട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ആവശ്യം വരുന്ന റിസൾട്ടാണ്. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് e⁻j തീറ്റ ഈക്വൽ ടു 1. അതെങ്ങനെ കിട്ടുന്നതെന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചത്. ഓക്കെ, അപ്പോൾ സിഗ്മ n ഈക്വൽ ടു -∞ to ∞ മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 സ്ക്വയർ ദാറ്റ് ഈസ് 4 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് e⁻j 3πn എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1 സ്ക്വയർ എന്ന് പറയുന്നത് 1. ഓക്കെ, ഇനി 4നെ -∞ തൊട്ട് +∞ വരെ സം ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ കിട്ടുക? ഇൻഫിനിറ്റി അല്ലേ? അപ്പോൾ എനർജി ഈക്വൽ ടു ഇൻഫിനിറ്റി കിട്ടി. ഓക്കെ, അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പവറാണ്. പവറിൻ്റെ ഇക്വേഷൻ എന്താ? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2n + 1 സിഗ്മ n ഈക്വൽ ടു -n to n മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് n സ്ക്വയർ. എഗെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നേരത്തെ പോലെ തന്നെയാണ്. അഡീഷണൽ ആയിട്ട് 1/2n + 1 ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2n + 1 ഈ ഒരു ടേം ഉണ്ടെന്നുള്ളൂ. ഓക്കെ, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഇവിടെ നോക്കുക, മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 ഇൻറ്റു e⁻j തീറ്റ, മാഗ്നിറ്റ്യൂഡ് ഓഫ് e⁻j തീറ്റ ഈസ് 1, 2 സ്ക്വയർ ഈസ് 4, നേരത്തെ ചെയ്തത് പോലെ തന്നെ. ദെൻ സമ്മേഷനാണ്. സമ്മേഷൻ ഇവിടെ നോക്കുക, സിഗ്മ n ഈക്വൽ ടു -n to +n ആണ്. -n to +n ആണ്. ദെൻ 4 × 1. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഈ 4നെ ഔട്ട് സൈഡ് എടുക്കുക. 4 എന്ന് പറയുന്നത് 4 × 1 എന്ന് പറയുന്നത് 4നെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. 4 ഈസ് എ കോൺസ്റ്റൻറ്റ്, therefore we can take it outside of the summation. അപ്പോൾ 4 × സിഗ്മ n ഈക്വൽ ടു -n to n 1. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ 1നെ -n to +n സം ചെയ്യാണ് ചെയ്യുന്നത്. അതിനൊരു റിസൾട്ട് ഉണ്ട്. സിഗ്മ n ഈക്വൽ ടു -n to n, അതായത് ഫൈനൈറ്റ് സമ്മേഷൻ ആണ്. ഓഫ് 1 ഈസ് 2n + 1. ഓക്കെ, ഇതെങ്ങനെ കിട്ടുന്നതെന്ന് നോക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. -n to +n നമ്മൾ 1നെ എന്ത് ചെയ്യുന്നത്? സമ്മ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ -n to -1 എത്ര 1കൾ ഉണ്ടാവും? ക്യാപിറ്റൽ N 1s ഉണ്ടാവും അല്ലേ? അതുപോലെ 1 to N എത്ര 1s ഉണ്ടാവും? ക്യാപിറ്റൽ N 1s ഉണ്ടാവും. ദെൻ 0ൽ ഒരു 1 ഉണ്ടാവും. അപ്പോൾ എത്രയായി? ടോട്ടൽ എത്ര 1s ഉണ്ട്? n + n + 1, ദാറ്റ് ഈസ് 2n + 1. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സപ്പോസ് n ഈക്വൽ ടു -2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ -2 തൊട്ട് +2 വരെ, n ഈക്വൽ ടു 2.
അപ്പോൾ -n to +n എന്ന് പറയുമ്പോൾ -2 to +2 വൺസ് ഉണ്ട്. -2ൽ 1, -1ൽ 1, 0ൽ 1 ഉണ്ട്, 1ൽ 1 ഉണ്ട്, അഗൈൻ 2ൽ 1 ഉണ്ട്. ഓക്കെ, ഇത്രയും വൺസിനെ നമ്മൾ ആഡ് ചെയ്യണം. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ ആണല്ലോ. അപ്പോൾ 1 + 1 + 1 + 1 + 1 എത്ര വൺസ് കിട്ടും? 1 + 1 2 3 4 5 എത്ര വന്നു? സമ്മ് 5 വന്നു. ഇനി നമ്മുടെ ഇക്വേഷൻ വെച്ച് നോക്കൂ. 2n + 1 that is 2 × 2 + 1 that is equal to 5 that is equal to 5. എങ്ങനെ കിട്ടുന്നതെന്ന് മനസ്സിലായല്ലോ. അതായത് -2 to -1 എത്ര 1 ഉണ്ട്? 2 1 ഉണ്ട്. അതായത് n 1 ഉണ്ട് അല്ലേ. 1 to 2 എത്ര 1 ഉണ്ട്? 2 വൺസ് ഉണ്ട്, ദാറ്റ് ഈസ് n വൺസ് ഉണ്ട്. ദെൻ 0ൽ 1 അഡീഷണൽ ആയിട്ടുണ്ടാവും. അപ്പോൾ n + n + 1 2n + 1 ഇങ്ങനെയാണ് ആ റിസൾട്ട് കിട്ടുന്നത്. അത് മനസ്സിലാക്കാവുന്നവർക്ക് മനസ്സിലാക്കുക, അതല്ലാത്തവർ ഇക്വേഷൻ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. സിഗ്മ n = -n to n, 1 is 2n + 1. Then we can substitute that result here. Therefore, limit n tends to infinity 1/2n + 1 into 4 into 2n + 1. 2n + 1 2n + 1 cancel ചെയ്ത് പോയി, ബാക്കി വരുന്നത് 4 ആണ്. Then we have to apply this limit n tends to infinity. ഏറ്റവും ലാസ്റ്റ് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. n tends to infinity. ഇപ്പോൾ ഈ n-ൻ്റെ ടേം ക്യാൻസൽ ചെയ്ത് പോയി, അപ്പോൾ ആ ലിമിറ്റ് അവിടെ വാനിഷ് ചെയ്യും. Therefore, our result is P = 4 watt. ഓക്കെ, അപ്പോൾ പവർ കിട്ടി. അപ്പോൾ എനർജി ഈസ് ഇൻഫിനിറ്റി, പവർ ഈസ് ഫൈനൈറ്റ്. ഏത് സിഗ്നലാണ്? The given signal is a power signal. Okay. ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കാനുണ്ട്. ഒന്നാമത്തെ ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. രണ്ടാമത്തെ ഇക്വേഷൻ സിഗ്മ n = 0 to infinity a raised to n = 1/1 - a. അതുപോലെ ഇത് ഇൻഫിനിറ്റ് സമ്മേഷൻ 0 to infinity a raised to n, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 to infinity ആണ്, -infinity to +infinity അല്ല. 0 to infinity a raised to n is 1/1 - a. Similarly, 0 to n, upper limit is a finite number. 0 to n a raised to n is 1 - a raised to n + 1 divided by 1 - a. ഈ രണ്ട് റിസൾട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, ആവശ്യം വരുന്നതാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. x of n = cos π/4n. അപ്പോൾ നമുക്ക് എനർജിയുടെ ഇക്വേഷൻ എഴുതാം. എനർജിയുടെ ഇക്വേഷൻ സിഗ്മ n = -infinity to infinity magnitude of x of n square. x of n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, cos π/4n whole square, that is cos square π/4n. cos theta whole square, cos square theta. ഓക്കെ, ഇനി നമ്മൾ ഈ cos square theta ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതണം. cos square theta is equal to 1 + cos 2 theta by 2. അതുപോലെ sin square theta = 1 - cos 2 theta by 2. ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, ഇനിയും ആവശ്യം വരുന്ന ഇക്വേഷൻസ് ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. cos square theta 1 + cos 2 theta. Here theta is π/4n whole divided by 2. ഇവിടെ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും സമ്മേഷൻ. രണ്ട് സമ്മേഷന് എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. 1/2നെ ഔട്ട് സൈഡ് എടുത്തു. ഓക്കെ, 1/2 ഇൻറ്റു സിഗ്മ n = -infinity to infinity 1 + സിഗ്മ n = -infinity to infinity cos π/2n. ഓക്കെ, ഇത് നമുക്ക് അറിയാം. റിസൾട്ട് എന്താ? -infinity to infinity സം ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇൻഫിനിറ്റി പ്ലസ് സിഗ്മ n = -infinity to infinity cos π/2 n is 0. അതെന്താണ് റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മേഷൻ ഓഫ് സൈൻ ഓർ കൊസൈൻ സിഗ്നൽ ഓവർ എ ഫുൾ സൈക്കിൾ ഈസ് 0. ഒരു കംപ്ലീറ്റ് സൈക്കിളിൽ നമ്മൾ സൈൻ ഫംഗ്ഷൻ്റെ കോസ് ഫംഗ്ഷൻ്റെ സം എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുക. അതായത് ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ സം ആണ് ചെയ്യുന്നത്, കണ്ടിന്യൂസിൻ്റെ കേസിൽ ഇൻ്റഗ്രൽ എടുക്കുകയാണെങ്കിൽ ദാറ്റ് വാല്യൂ വിൽ ബി 0. ഓക്കെ, therefore energy = infinity. ഈ പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെയാണ് കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ കേസിൽ ഇൻ്റഗ്രേഷൻ ഓഫ് സൈൻ ഓർ കൊസൈൻ സിഗ്നൽ ഓവർ എ ഫുൾ സൈക്കിൾ ഈസ് 0. ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് cos π/4t വെച്ചിട്ട് ചോദിക്കാം.
കോസ് പൈ ബൈ 4t അതാവുമ്പോൾ കണ്ടിന്യൂസ് ടൈം സിഗ്നലായി. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്നത് ഇൻ്റഗ്രേഷൻ ആയിരിക്കും. നമ്മുടെ ഇക്വേഷനകത്ത് ഇൻ്റഗ്രേഷനാണ് വരുന്നത്. സെയിം റിസൾട്ട് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതേ പ്രൊസീജിയർ തന്നെയാണ് വരുന്നത്, പക്ഷേ സമ്മേഷൻ്റെ സ്ഥാനത്ത് എന്ത് വരും, ഇൻ്റഗ്രൽ ആയിരിക്കും. ദെൻ അടുത്തത് പവറിൻ്റെ ഇക്വേഷൻ അറിയാലോ. പവർ ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2n+1 സിഗ്മ n ഈക്വൽ ടു -n to n മാഗ്നിറ്റ്യൂഡ് ഓഫ് x of n സ്ക്വയർ. അഗെയിൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് x of n is cos pi by 4n, cos square pi by 4n ആയി. സ്റ്റെപ്സ് എല്ലാം നമ്മൾ എനർജി സിഗ്നലിൽ എഴുതിയ അതേ സ്റ്റെപ്സ് തന്നെ. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ദെൻ 1/2 ഔട്ട് സൈഡ് എടുത്തു. സമ്മേഷനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, അതേ റിസൾട്ട്. പക്ഷേ ഇവിടെ റിസൾട്ടിൽ ചെറിയ വ്യത്യാസം എന്താ, സിഗ്മ n ഈക്വൽ ടു -n to n ആണ്. അവിടെ -∞ to ∞ ആയിരുന്നു. ഇവിടെ -n to n 1 എന്താ വരുന്നത്, 2n+1. ദിസ് സൈഡ് ഈസ് 0. ഓക്കെ, അപ്പോൾ എന്ത് വരും ആൻസർ, p ഈക്വൽ ടു 1/2 കിട്ടും. ദെർഫോർ ദി ഗിവൺ സിഗ്നൽ ഈസ് പവർ സിഗ്നൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ എനർജി സിഗ്നൽസും പവർ സിഗ്നൽസും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽ എന്ന് പറയുന്നത് ലാസ്റ്റ് വൺ ഈസ് കോസൽ ആൻഡ് നോൺ കോസൽ സിഗ്നൽ. ഓക്കെ, കോസൽ ആൻഡ് നോൺ കോസൽ സിഗ്നൽ. എന്താണ് ഒരു സിഗ്നൽ കോസൽ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്? ഫോർ എ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എക്സ് ഓഫ് ടി ഈസ് സെറ്റ് ടു ബി കോസൽ ഇഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. ടി ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ടിയുടെ നെഗറ്റീവ് വാല്യൂസിൽ എക്സ് ഓഫ് ടിയുടെ വാല്യൂ 0 ആണെങ്കിൽ ദാറ്റ് സിഗ്നൽ ഈസ് കോസൽ സിഗ്നൽ. സിമിലർലി ഫോർ എ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എക്സ് ഓഫ് എൻ ഈസ് സെറ്റ് ടു ബി കോസൽ ഇഫ് എക്സ് ഓഫ് എൻ ഈക്വൽ ടു 0 ഫോർ എൻ ലെസ് ദാൻ 0. അതായത് നമ്മൾ ടൈം ആക്സിസ് വരയ്ക്കും, അതിൻ്റെ നെഗറ്റീവ് സൈഡിൽ 0 ആണെങ്കിൽ, നെഗറ്റീവ് ടിയുടെ വാല്യൂസിൽ അല്ലെങ്കിൽ നെഗറ്റീവ് എന്നിൻ്റെ വാല്യൂസിൽ ആ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 0 ആണെങ്കിൽ ദാറ്റ് സിഗ്നൽ ഈസ് സെറ്റ് ടു ബി കോസൽ. എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് നമ്മളെ സ്റ്റെപ്പ് സിഗ്നലാണ്. സ്റ്റെപ്പ് സിഗ്നൽ അറിയാമല്ലോ എല്ലാവർക്കും. സ്റ്റെപ്പ് സിഗ്നൽ ഇതാണ് സിഗ്നൽ വരുന്നത്. സ്റ്റെപ്പ് സിഗ്നലിൻ്റെ ഡെഫിനിഷൻ എന്താ, യു ഓഫ് ടി ഈക്വൽ ടു 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. ദെർഫോർ സ്റ്റെപ്പ് സിഗ്നൽ ഈസ് എൻ എക്സാമ്പിൾ ഫോർ കോസൽ സിഗ്നൽ. ഇത് കണ്ടിന്യൂസ് ടൈം സിഗ്നലാണ്, ഇത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലാണ്. ഓക്കെ, അപ്പോൾ ഏതൊരു എക്സ്പ്രഷൻ്റെ കൂടെയും യു ഓഫ് ടി എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടെങ്കിൽ ദാറ്റ് സിഗ്നൽ വിൽ ബി കോസൽ സിഗ്നൽ. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഒരു പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. യു ഓഫ് ടി വെച്ചിട്ട് നമ്മളൊരു സിഗ്നലിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു ഓഫ് ടിയുടെ വാല്യൂ എന്താ, ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ആ സിഗ്നലിന് യാതൊരു ചേഞ്ചും വരുന്നില്ല. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ ഈക്വൽ ടു 1 ആണ് എപ്പോൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പക്ഷേ ടി ലെസ് ദാൻ 0ൽ എന്താ, അതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പം നെഗറ്റീവ് സൈഡിൽ ആ സിഗ്നൽ എന്തായി മാറും, 0 ആയിട്ട് മാറും. പോസിറ്റീവ് സൈഡിൽ എന്താണോ എക്സ്പ്രഷൻ ഇൻറ്റു 1 വരും. ഫോർ എക്സാമ്പിൾ സൈൻ ഒമേഗ ടി ഇൻറ്റു യു ഓഫ് ടി ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സിഗ്നൽ എന്താ, ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ കോസൽ സിഗ്നൽ. ഓക്കെ, സൈൻ ഒമേഗ ടിയുടെ എക്സ്പ്രഷൻ എന്തോ ആയിക്കോട്ടെ, അതിനെ യു ഓഫ് ടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് സിഗ്നൽ ബിക്കംസ് കോസൽ. ഓക്കെ.